ഭയങ്കര ഫ്രഷ് എക്സ്പീരിയൻസ് ആണ്. അഭിനയിച്ചിരിക്കുന്ന പുതുമുഖങ്ങൾ എല്ലാവരും സിനിമ കഴിയുന്നവരുടെയൊക്കെ മുഖം നമ്മുടെ മനസ്സിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. വിനോദ് എന്ന് പറയുന്ന പുതിയ ഡയറക്ടറുടെ ഒരു വരവ് കൃത്യമായിട്ട് സിനിമയിൽ കാണാറുണ്ട്. ഗംഭീര മേക്കിംഗ് ആണ്. ന്യൂ ഫേസസ് ആണ്. എല്ലാവരും ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തു. ഐ മീൻ ന്യൂ ആണെന്ന് തോന്നില്ല. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയുള്ള ആളുകളെ പോലെ ചെയ്തു. പിന്നെ ഫിലിം മേക്കർ, പുതിയൊരു രസമുള്ളൊരു ഫിലിം മേക്കറെ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു, നന്നായി ചെയ്തിട്ടുണ്ട്. കുട്ടികളെല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഡാൻസ് ബേസ്ഡ് മൂവിയാണ്. കുട്ടികളെല്ലാം തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതാണ് നല്ല രീതിക്ക് അതിൻ്റെ ഒരു ക്ലൈമാക്സ് കൊണ്ട് പൊളിച്ചു. ഭയങ്കര ടെക്നിക്കലി ഒരു ബ്രില്യൻ ഫിലിമാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു ടെക്നിക്കൽ ക്വാളിറ്റിയുള്ള സിനിമ പ്രസന്റ് ചെയ്താൽ ലിജോ സാറിന് നന്ദി. എല്ലാം ടോട്ടലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുട്ടികളൊക്കെ വളരെ സെറ്റ് അടിപൊളിയാണ്. എൻ്റെ ആ ഒരു സാധനം നമുക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. പുറത്തേക്ക് കണ്ടില്ലേ പടം അല്ലേ? ആ തരിപ്പ് മാറിയിട്ടില്ലല്ലോ. ഇങ്ങനൊരു മൂവി മലയാളത്തിൽ ഡാൻസിനെ പറ്റിയുള്ളൊരു ഇങ്ങനത്തെ ഒരു മൂവി അധികം ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? പക്ഷേ ഇത് എല്ലാവർക്കും എല്ലാ കൈൻഡ് ഓഫ് ഓഡിയൻസിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവി ആയിരിക്കും. കണ്ടില്ലെങ്കിൽ നഷ്ടമായിരുന്നു. എഫേർട്ട് എടുത്താൽ കുട്ടികൾ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു രാഷ്ട്രീയം, പ്രത്യേകിച്ച് നമ്മുടെ വേടനെ പോലെയുള്ളവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു എലമെൻറ്റ് സട്ടിലായിട്ട് അതിലുണ്ട്. അത് ഭംഗിയായി പറയാൻ പറ്റി എന്നുള്ളതാണ്. മൂവി അടിപൊളിയായിരുന്നു. ഈ ടാലൻറ്റിനെ ബേസ് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണല്ലോ കാണാനും കണ്ടിരിക്കാനൊക്കെ. അത് എല്ലാവരും ഒന്നിനൊന്ന് നന്നായിട്ടുണ്ട്. എല്ലാവരും ഉഗ്രം പടമാണ്. അത് മസ്റ്റായിട്ട് കാണേണ്ട പടം. 80s 90s പിള്ളേരുടെ അവരുടെ ലഹരി ഇതായിരുന്നു, ബ്രേക്ക് ഡാൻസ് ആയിരുന്നു. അതാണ് സിനിമ കാണിച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ തകർത്തിട്ടുണ്ട്. വെരി ഗുഡ്. ഐ തിങ്ക് ഹീസ് ഗോട്ട് എ വെരി ഗുഡ് ഫ്യൂച്ചർ ആസ് എ ഡയറക്ടർ. നല്ല പടം. പിള്ളേരൊക്കെ അടിപൊളിയുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അടിപൊളി. അതെ നന്നായിട്ട് കണക്റ്റായി. അതെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു മോളിവുഡിൽ ഇങ്ങനെ ഡാൻസ് തീമിൽ ത്രൂ ഔട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര ഇഷ്ടമായി. സ്റ്റോറിയൊക്കെ നല്ല സ്റ്റോറി. പിന്നെ നമ്മൾ ഈ കേരളത്തിൽ ഇങ്ങനൊരു ഡാൻസ് ബേസ് മൂവി ലൈക്ക് ബോളിവുഡ് ഹോളിവുഡിനൊക്കെ കോമ്പീറ്റ് ചെയ്യുന്ന ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് നമുക്ക് ശരിക്കും. കോസ്റ്റ്യൂമും ഹെയറും എല്ലാം ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ഒരു ന്യൂ ഫേസ് ആണെന്നുള്ളൊരു തോന്നലേ ഉണ്ടായിരുന്നില്ല. ദേ ആക്ടഡ് റിയലി വെൽ. വെരി നൈസ്. ഓഫ് കോഴ്സ് ഞാൻ ലാസ്റ്റൊക്കെ ഫുൾ ടൈം ഗ്രൂവിങ് ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു. യെസ് ഫോർ ഷുവർ. ഐ മീൻ നല്ല ഈ പറഞ്ഞ പോലെ കുറേ പണ്ടത്തെ ഒരു ടൈപ്പ് ഓഫ് ബ്രേക്ക് ഡാൻസ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രഭുദേവയുടെയൊക്കെ ഇങ്ങനെ ചിക്കുക്കിലയിലേക്ക് കാണുമ്പോൾ അങ്ങനത്തെ കോസ്റ്റ്യൂംസിനൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉള്ള ആൾക്കാരും കംപ്ലീറ്റ് നൊസ്റ്റുമായിരുന്നു. സീൻ മീൻസ് ഹോസ്പിറ്റലിൽ സീൻസ് ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ എപ്പോഴൊക്കെയോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിള്ളേരൊക്കെ സൂപ്പർ അടിപൊളി. പടം നല്ല പടം. 90s 80s ഞങ്ങളെ കൗമാരങ്ങൾക്ക് ഭയങ്കരമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണത്. മാത്രമല്ല ഇത് സുഹൃത്തുക്കളുടെ പടമാണ്. അത് സുഹൃത്തുക്കളായതുകൊണ്ട് നല്ല പടമായി എന്നുള്ളതല്ല, അതർവൈസ് തന്നെ നല്ല പടമാണ് അത്. എനിക്ക് സംബന്ധിച്ച് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റി. മാത്രമല്ല ഇന്ന് വളരെ സട്ടിലായിട്ട് നമ്മൾ സ്വാഭാവികവൽക്കരിക്കുന്ന ജാതി, അതിൻ്റെ തന്നെ സങ്കടങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വളരെ സട്ടിലായിട്ട് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മുന്നേറ്റം പോലെ ഒരു വ്യക്തിയിലൂടെ ഒരു ക്യാരക്ടറിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. വളരെ രസമായിരുന്നു അതിൻ്റെ ഒരു എൻഡിങ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ല സിനിമയാണ്, അടിപൊളി. അതിലെ ഇമോഷൻസ് ഒക്കെ വർക്കായോ? ഒരു മലയാളത്തിലൊരു ഡാൻസ് പടം ഫെസ്റ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് ABCD കിട്ടിയ പോലത്തെ ഒരു നൈസായിരുന്നു. ഒരു കാലമുണ്ട് ഈ മൊബൈൽ ഫോണും യാതൊരു തരത്തിലുള്ള കണക്ടിവിറ്റീസും ഇല്ലാതിരുന്ന മാനുവലി ഫിസിക്കലി നമ്മൾ ചെന്നെത്തേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ നേരിട്ട് ചെന്ന് ആ ഫീലിന് കൃത്യമായ ഇമോഷൻസിനൊക്കെ അതിനുള്ളൊരു ഗ്രോത്തിനുള്ള സമയമൊക്കെ കിട്ടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലത്തെ കഥയാണ്. 80കളിലെയും 90കളിലെയൊക്കെ ആൾക്കാർക്ക് അറിയാൻ പറ്റുമത്, ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലായിരുന്ന കാലത്ത്. അപ്പോൾ ആ കാലത്തെ പ്രണയം, ആ കാലത്തെ ആവേശം, ആ കാലത്തെ എന്താ പറയുക, ആ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മനസ്സ്, ജെന്യുവനായിട്ടുള്ള ആൾക്കാർ, നമ്മൾ തേടിപ്പോവൽ,
അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ, അതിൻ്റെ ചൂട്, അതിൻ്റെ ഒരു ആവേശം, അതിൻ്റെ എനർജി, അതെല്ലാം ആസ്വദിക്കണമെങ്കിൽ ഈ സിനിമ കാണണം. എനിവേ, പിന്നെ നമ്മൾ MJ ഫാനല്ലാത്ത ആരുള്ളത്? നമ്മളെ ഒരു ഇത്ര നാളത്തെ കാത്തിരിപ്പിൻ്റെ ഒരു ഉന്മാദാവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അത്രയും ഭയങ്കരമായിട്ടുള്ളൊരു ഫീലാണ് ഈ സിനിമയ്ക്ക് ഉള്ളത്. ഇപ്പോഴും കാലൊക്കെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ബീറ്റൊക്കെ കേട്ടിട്ട് എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്. അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് ദൈവം തരൂല്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കണ്ടപ്പോൾ ഭയങ്കര മനസ്സ് നിറഞ്ഞു. അപ്പം ഭയങ്കര ഇമോഷണൽ ആവുന്ന തരത്തിലുള്ള സിനിമയാണ്. തിയേറ്ററിൽ തന്നെ കാണണം. കാരണം ഒരു മ്യൂസിക്കലിയും കൂടിയുള്ള സിനിമയാണ്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് വന്ന് തിയേറ്ററിലിരുന്ന് സിനിമ കാണാം. എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും പെർഫോമൻസൊക്കെ ഗംഭീരമാണ്. എല്ലാവരും പുതിയ ആളുകളൊക്കെ തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്താ പറയുക, ഈ ഒരു ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതൊരു തരംഗമാണത്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ തിയേറ്ററുകളിലും എല്ലാവരുടെ മനസ്സിലും തരംഗമായിട്ട് മാറട്ടെ. മൂൺ വാക്ക് ആശംസിക്കുകയാണ്. നമുക്ക് അടിപൊളി സിനിമയാണ്. നമ്മുടെ ഒരുപാട് ഓർമ്മപ്പെടുത്തലുള്ള അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു സിനിമയാണ്. ഇത്രയും പുതുമുഖങ്ങൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്രയും ഒരു ക്രിയേഷൻ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. മഴയാണ്, സ്കൂൾ വർക്കാണ്, കുറേ പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഇത് തിയേറ്ററിൽ കാണേണ്ട പടമാണ്. ക്ലൈമാക്സ് ഒക്കെ തിയേറ്ററിൽ 1 ക്ലാപ്പായിരുന്നു. തിയേറ്ററിൽ അത് ഉണ്ടാവും. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. താങ്ക് യു. ഉഗ്രം പടമാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ക്ലൈമാക്സ്, ഒരു പെർഫോമൻസ് കണ്ടിട്ട് ഇങ്ങനെ ഒരു പോസിറ്റീവ് എനർജി. ഞാനതിൽ കണ്ടിട്ടുള്ള 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, സമൂഹത്തിൽ നിന്ന് നമ്മൾ അടിച്ചമർത്തപ്പെട്ടതിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്. രണ്ടാമത്, ഈ എനർജിക്ക് ഡ്രിങ്ക്സും വേണ്ട, ഡ്രഗ്സും വേണ്ട, ഒന്നും വേണ്ട. കല തന്നെയാണ് ഒരു എനർജി എന്നുള്ളത്. ദാറ്റ് ഈസ് വാട്ട് ഇസ് ദിസ് ഫിലിം. സൂപ്പർ. അടിപൊളി പടം. നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അടിപൊളി ടാലന്റിനെ ഓറിയന്റഡ് ആയിട്ട് വരുമ്പോൾ അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല പടം. ഡാൻസേഴ്സായിട്ട് അഭിനയിച്ച ഓരോരുത്തരും അതിനുവേണ്ടി എഫേർട്ട് എടുത്ത ഓരോ ആർട്ടിസ്റ്റും അമേസിങ് ജോബ്. സിനിമ സംസാരിക്കുന്നത് തന്നെ ഡാൻസിനെ കുറിച്ചാണ്, ഹിപ്പ് ഹോപ്പ് ഡാൻസിനെ കുറിച്ചും അല്ലെങ്കിൽ MJ സാറിൻ്റെ മൂൺ വാക്കിനെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു പെർഫോമൻസ് ഒക്കെ ഈ സിനിമയുടെ ഏറ്റവും ഒരു സോൾ ഓഫ് ദ ഫിലിമാണ് ആക്ച്വലി. ആ ഒരു മൂൺ വാക്ക് ഈ സിനിമയുടെ പേര് പോലെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും അത് തിയേറ്ററിക്കലി തന്നെ ആൾക്കാർ കണ്ട് ആസ്വദിക്കണം. ഭയങ്കര തിയേറ്ററിൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി സിനിമയ്ക്ക് ഉണ്ട്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സിനിമാറ്റോഗ്രാഫി, ആർട്ട് ഡയറക്ഷൻ, കോസ്റ്റ്യൂം, മ്യൂസിക് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അപ്പോൾ തിയേറ്ററിക്കലി എല്ലാവരും കണ്ട് ഇത് വിജയിപ്പിക്കണം. പടം നല്ലതാണ്. ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. 90s ബ്രേക്ക് ഡാൻസിൻ്റെ ഓർമ്മയിൽ കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു കഥ പറഞ്ഞിരിക്കുകയാണ്. എക്സ്പെരിമെൻ്റലാണ്. സപ്പോർട്ട് ചെയ്യണം. പിള്ളേർ ഞെരിച്ചു. ലാസ്റ്റ് ഒരു 10-20 മിനിറ്റ് നല്ല ഞെരിയാണ്. സോ ഡാൻസ് ലവേഴ്സ് വിൽ ലവ് ഇറ്റ്. അടിപൊളി മൂവി. നല്ല പടമാണ്. നല്ല രസമായിട്ടുണ്ട്. ന്യൂ ഫേസസ് ആണ്. നല്ല പ്രോമിസിങ് ആയിട്ടുള്ള കുട്ടികളാണ് എല്ലാവരും. എല്ലാം നല്ല അസലായിട്ടുണ്ട്. ഒരു സ്പിരിറ്റ് കയറി കാലൊക്കെ നമ്മളിങ്ങനെയൊക്കെ ആക്കിയിട്ട് വൻ പരിപാടി. പിന്നെ നമ്മൾ അത് ക്യാരി ചെയ്തുകൊണ്ടാണല്ലോ ഇറങ്ങുന്നത്. ആ അവസാന സമയം ഒരു അണ്ടർഡോഗ് സ്റ്റോറി അതങ്ങ് അപ്പാകുന്നതിൻ്റെ ഫുൾ സന്തോഷം കിട്ടും. നമുക്കൊരു ഭയങ്കര എനർജിയാണ് പരിപാടി. ഭയങ്കര വർക്കാണ്. ഫ്രണ്ട്ഷിപ്പ്, എസ്പെഷ്യലി ഫ്രണ്ട്ഷിപ്പ്, അതിനിടയ്ക്കുള്ള റൊമാൻസുകൾ, തമാശ, ഫൈറ്റ് എല്ലാം ഒരു നമ്മൾ ഗ്രോയിങ് അപ്പ്, നമ്മുടെ ഒരു ബോയ്സ് ലൈഫ് ഉണ്ടല്ലോ, ആ ജേർണി കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉറപ്പായിട്ട് നമ്മൾ ആലോചിക്കുള്ളൂ നമ്മുടെ പഴയ മിസ് ചെയ്യുന്ന കൂട്ടുകാരെ. ഒരുപാട് സ്ട്രഗിളിന് ശേഷം ബിഗ് സ്ക്രീനിൽ നമ്മളെല്ലാവരും കണ്ടപ്പോഴത്തേക്ക് ഒരു ഭയങ്കര പെട്ടെന്ന് ഹാപ്പിയായി, ഇമോഷണലായി. എന്ത് ഫീലാണെന്നുള്ള കാര്യം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്കത് ഒന്നും പറയാൻ പറ്റില്ല. അതിനിപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ട് ബാക്കി നമ്മൾ പറയാം. താങ്ക് യു സോ മച്ച്.